വെൽക്കം ടു എക്കണോമിക്സ് ഡിബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്കണോമിക്സിൻ്റെയും സെറ്റ് എക്കണോമിക്സിൻ്റെയും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്ക് സ്കൂൾ ഓഫ് എക്കണോമിക് തോട്ട്സ് ആണ്. നമ്മുടെ സിലബസിൽ സെറ്റിൻ്റെ ആയാലും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ എടുത്താലും മാക്രോ എക്കണോമിക്സിൻ്റെ ഏരിയയിൽ മെയിനായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്കൂൾ ഓഫ് എക്കണോമിക് തോട്ട് എന്ന് പറഞ്ഞിട്ട് ക്ലാസിക്കൽസ്, കെയ്നീഷ്യൻ, മോണിറ്ററിസം, റാഷണൽ എക്സ്പെക്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് അതിൽ വരുന്ന പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെർക്കൻറ്റിലിസം ഒന്നും നമുക്ക് സിലബസിൽ കൊടുത്തിട്ടില്ല, പക്ഷേ ഒരു ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി പറയാണ്. സ്കൂൾ ഓഫ് എക്കണോമിക് തോട്ട് പറയുമ്പോൾ മെർക്കൻറ്റിലിസം മുതലാണ് ആരംഭിക്കുന്നത്. 16-18 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നതാണ് എന്ത് മെർക്കൻറ്റിലിസം. എംഫസൈസ് ഇൻക്രീസിങ് എക്സ്പോർട്ട് ആൻഡ് ഡിക്രീസിങ് ഇമ്പോർട്ട്സ് ടു ഇൻക്രീസ് കൺട്രീസ് വെൽത്ത് ആൻഡ് പവർ. മെർക്കൻറ്റിലിസം എന്താ പറയുക, ബിലീവ് ചെയ്തിരുന്നത് എക്സ്പോർട്ട് എപ്പോഴും കൂടിയിരിക്കണം, ഇമ്പോർട്ട് കുറഞ്ഞാൽ മാത്രമാണ് എന്താണ് രാജ്യത്തിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുള്ളൂ എന്നുള്ള ബിലീവായിരുന്നു ആയിരിക്കും മെർക്കൻറ്റിലിസം. അതുപോലെ തന്നെ അവരെന്താണ് മെർക്കൻറ്റിലിസം സീക്ക് ടു അക്യുമുലേറ്റ് വെൽത്ത് ഇൻ ദ ഫോം ഓഫ് പ്രിഷ്യസ് മെറ്റൽ ലൈക്ക് ഗോൾഡ് ആൻഡ് സിൽവർ. ഗോൾഡ് ആൻഡ് സിൽവർ എത്രത്തോളം അക്യുമുലേറ്റ് ചെയ്യുന്നോ അത്രയും വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു ആർക്ക് മെർക്കൻറ്റിലിസത്തിൽ മെയിനായിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് ഫിസിയോക്രാറ്റ്. ദ വെൽത്ത് ഓഫ് നാഷൻ കംസ് ഫ്രം അഗ്രികൾച്ചർ. ഫിസിയോക്രാറ്റ്സ് ബിലീവ് ചെയ്തിരുന്നത് എന്താണ്, വെൽത്ത് എവിടെ നിന്നാണ് വരുന്നത്, അഗ്രികൾച്ചറിൽ നിന്നാണ് വിചാരിക്കുന്നവരാണ് ആര് ഫിസിയോക്രാറ്റ്. ദ ഗവൺമെൻറ് ഷുഡ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് എക്കണോമിക്സ് ലോ. അവരും എന്താണ് ഗവൺമെൻറ് എക്കണോമിക് ലോസിലൊന്നും ഇടപെടരുതെന്ന് ചിന്തിച്ചിരുന്നവരാണ്. ലാൻഡ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ വെൽത്ത്. അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ലാൻഡ് ആയിരിക്കും സോഴ്സ് ഓഫ് ഓൾ വെൽത്തിൻ്റെ ആധാരം. The physiocrats are considered first scientific school of economics. Physiocrats ആണ് മെയിനായിട്ട് സയൻറ്റിഫിക് രീതിയിലുള്ള സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ തുടക്കക്കാരെന്ന് പറയുന്നത് ആരാണ്, ഫിസിയോക്രാറ്റ് ആണ്. നോട്ടബിൾ ഫിസിയോക്രാറ്റ്സ് ആർ ഫ്രാങ്കോയിസ് ക്യൂസ്നെ, അന്നെ റോബർട്ട് ജാക്യോ ടർഗോട്ട് ആൻഡ് മാർക്യൂസ് മീരാബ്യൂ ആണ് മെയിനായിട്ടുള്ള നോട്ടബിൾ ഫിസിയോക്രാറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് മെർക്കൻറ്റിലിസം കണ്ടു, രണ്ടാമത് ഫിസിയോക്രാറ്റ്. ഇതിൽ ഫ്രാങ്കോയിസ് ക്യൂസ്നയുടെ ടാബ്ലോ എക്കണോമിക്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, എക്കണോമിക്സ് പഠിച്ചവർക്ക് അറിയാൻ പറ്റും. ഡിഗ്രി 5th സെമ്മിലൊക്കെ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് തോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട്, ഒരു പേപ്പർ ഉണ്ട്. ആ പേപ്പർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പഠിക്കുക ഈ പറഞ്ഞ മെർക്കൻറ്റിലിസം, അതായത് ഗോൾഡിനും സിൽവറിനും പ്രിഷ്യസ് മെറ്റൽസിനൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് ഓർഡറിൽ പഠിക്കുമ്പോൾ ഫിസിയോക്രാറ്റ്സ് അവരെന്താണ് അഗ്രികൾച്ചറിനും ലാൻഡിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളവർ. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ടാബ്ലോ എക്കണോമിക്സ്, ക്യൂസ്നയുടെ ഒരു ടാബ്ലോ എക്കണോമിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എക്കണോമിക്സ് പഠിച്ചവർക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, ഒന്ന് മെമ്മറി റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ കളക്ട് ചെയ്യാൻ പറ്റും ആ പഠിച്ചതൊക്കെ കേട്ടോ. ഇനി അടുത്തത് ക്ലാസിക്കൽ സ്കൂളിലെ നമ്മൾ മെയിനായിട്ട് എക്കണോമിക്സിനെ പറ്റി പഠിക്കുമ്പോൾ എന്താണ് ക്ലാസിക്കൽ സ്കൂളിലെ ഫാദർ ഓഫ് എക്കണോമിക്സ് ആഡം സ്മിത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എക്കണോമിക്സിൻ്റെ ബേസിക് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഫസ്റ്റ് മോഡേൺ സ്കൂൾ ഓഫ് എക്കണോമിക് തോട്ടാണ് ഏത് ക്ലാസിക്കൽ സ്കൂളായിട്ട് കണ്ടിട്ടുള്ളത്. ഫിസിയോക്രാറ്റ്സ് എന്തായിരുന്നു ഫസ്റ്റ് സയൻറ്റിഫിക് സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ. എക്കണോമിക്സിന് ഒത്തിരി സംഭാവന ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് വന്നത് ഫിസിയോക്രാറ്റ്സും. ഫസ്റ്റ് മോഡേൺ സ്കൂൾ ഓഫ് എക്കണോമിക് തോട്ട് എന്നറിയപ്പെടുന്നത് ക്ലാസിക്കൽ സ്കൂളാണ്. ഫ്രീ മാർക്കറ്റ് ദാറ്റ് ആർ ഫ്രീ ഫ്രം ഗവൺമെൻറ് റെഗുലേഷൻ അല്ലേ. ക്ലാസിക്കൽസ് എന്താണ് ഗവൺമെൻറ് ഇൻ്റർവെൻഷനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമ്മൾ മെയിനായിട്ട് ക്ലാസിക്കലിൻ്റെ ഫീച്ചേഴ്സ് അസംഷൻസ് പറയുമ്പോൾ എന്താണ് ലേസിസ് ഫെയർ പോളിസി, ഫ്രീ ഫ്രം ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എന്നൊക്കെയാണ് പഠിക്കാറ് അല്ലെ. പ്രൈവറ്റ് ഓണർഷിപ്പിനെ അഡ്വക്കേറ്റ് ചെയ്തു. ഫ്രീ ട്രേഡ് ബിറ്റ്വീൻ കൺട്രീസ് വേർ സപ്പോർട്ടഡ്. ഫ്രീ ട്രേഡിനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. സപ്ലൈ സൈഡ് എക്കണോമിക്സ് അതെപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് വെച്ച് വെക്കണം. ക്ലാസിക്കൽസ് എപ്പോഴും സപ്ലൈ സൈഡിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ളത്. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ പാടില്ല, ടാക്സ് പാടില്ല, എന്നാലൊക്കെയാണ് എന്ത് ഇക്കോണമി ഗ്രോ ചെയ്യുള്ളൂ. സെൽഫ് കറക്റ്റിംഗ് ഇക്കോണമിയാണ്, അതായത് ഇക്കോണമിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇക്കോണമി തന്നെ അത് സെൽഫ് കറക്റ്റ് ചെയ്യും. ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ് എപ്പോഴും എക്കോണമി എന്താണ് ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്. അങ്ങനത്തെ അസംഷനൊക്കെയാണ്. ഡിവിഷൻ ഓഫ് ലേബർ വേർ പ്രൊമോട്ടഡ്. ഡിവിഷൻ ഓഫ് ലേബർ ആരായിട്ടാണ് ആഡം സ്മിത്തുമായിട്ടാണ് ഡിവിഷൻ ഓഫ് ലേബർ, അതായത് സ്പെഷ്യലൈസേഷൻ അല്ലേ. ഓരോ ജോബിലും ഓരോ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ള ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ ഏതാണ് ക്ലാസിക്കൽസിൻ്റെ ഇതിലാണ് വരുന്നത്. അപ്പം മെയിനായിട്ടുള്ള ക്ലാസിക്കൽസിൻ്റെ അസംഷൻ ഓർത്ത് വയ്ക്കുക. ആഡം സ്മിത്ത്, ജെ ബി സേയുടെ എന്താണ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്, സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അസംഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഡേവിഡ് റിക്കാർഡോ, തോമസ് മാത്യൂസിൻ്റെ പോപ്പുലേഷൻ തിയറി, ജെ എസ് മിൽ
വെർ നോട്ടബിൾ എക്കണോമിസ്റ്റ്. അപ്പോൾ ഇതും ക്ലാസിക്കൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട സ്കൂളുമായി ബന്ധപ്പെട്ട എക്കണോമിസ്റ്റിനെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തതാണ് പ്രീ മാർജിനലിസ്റ്റ്. പ്രീ മാർജിനലിസ്റ്റിന്റെ ഫീച്ചർ എന്താ? ദ പ്രീ മാർജിനലിസ്റ്റ് ഡിഡ് ആസ് ദ മാർജിനലിസ്റ്റ് ഫോക്കസ് അപ്പോൺ മാക്സിമൈസേഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ എയ്തർ ഓൺ ദ പ്രൊഡക്ഷൻ ഓൺ ദ ഡിമാൻഡ് സൈഡ് ഓഫ് ദി ഇക്കോണമി. പ്രീ മാർജിനലിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? മാക്സിമൈസേഷനും ഇൻഡിവിജ്വൽ ബിഹേവിയറിനാണ്. അതുപോലെ തന്നെ യൂട്ടിലിറ്റി സാറ്റിസ്ഫാക്ഷനൊക്കെയാണ് എന്ത് മാർജിനലിസ്റ്റിന്റെ തിയറിയിൽ മെയിനായിട്ട് ബേസ് ചെയ്തിരിക്കുന്നത്. മാർജിനലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്കണോമിസ്റ്റാണ് ഡ്യൂപ്യൂട്ട്, കുർനോട്ട് മുതലായവർ. ഇനി അടുത്ത സ്കൂളാണ് നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്. നിയോ ക്ലാസിക്കൽ കഴിഞ്ഞു. ഇനി അടുത്തതാണ് ഏത്? നിയോ ക്ലാസിക്കൽ. ഇനി ഒരു ന്യൂ ക്ലാസിക്കലും വരുന്നുണ്ട്, നിയോ ക്ലാസിക്കൽ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ഒത്തിരി സാധ്യതയുണ്ട്. ഈ നിയോ ക്ലാസിക്കലിന്റെ ഫാദറായിട്ട് കണക്കാക്കുന്നതാണ് ആര്? ആൽഫ്രഡ് മാർഷലാണ്. The neoclassical thinkers broke from the classical economists and shifted their focus from supply side to demand side. അപ്പോൾ നിയോ ക്ലാസിക്കൽ എന്ത് ചെയ്തു? ക്ലാസിക്കൽസിൻ്റെ കുറേ ഐഡിയാസ് ബ്രോക്ക് ചെയ്തുകൊണ്ട് വന്ന ഒരു എക്കണോമിക്സിലെ ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് എന്ത്? നിയോ ക്ലാസിക്കൽ. അവരെന്ത് ചെയ്തു? കൂടുതൽ സപ്ലൈ സൈഡിന് പകരം എന്താണ്? ഡിമാൻഡ് സൈഡിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ തുടങ്ങി. ന്യൂ ക്ലാസിക്കൽ ക്രിയേറ്റഡ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ടു മെഷർ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. എക്കണോമിക്സ് ഏരിയയിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത് ആരാണ്? നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാൻലി ജിവോൺസ്, മരിയ എഡ്ജ്വർത്ത്, ലിയോൺ വാൾറസ് ആൻഡ് വിൽഫ്രെഡോ പാരറ്റോ ആർ ദ നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്. അല്ലെ, പാരറ്റോയുടെ എഫിഷ്യൻസി, അതുപോലെ തന്നെ എഡ്ജ്വർത്ത് ബോക്സ്, ഇതിലൊക്കെ എന്താണ് മെയിനായിട്ട് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ കൊണ്ടുവന്നത് മെയിനായിട്ടാണ് നിയോ ക്ലാസിക്കൽസ് ആണ്. അവരെന്താണ് ക്ലാസിക്കൽ തിങ്കിങ്ങിൽ നിന്നുള്ള സപ്ലൈ സൈഡിൽ നിന്ന് ഡിമാൻഡ് സൈഡിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതേപോലെ തന്നെ എന്താണ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് യൂസ് ചെയ്തത് അല്ലേ? ആരാണ്? എഡ്ജ്വർത്ത് ബോസ്, അല്ലെങ്കിൽ പാരറ്റോയുടെ എഫിഷ്യൻസി ക്രൈറ്റീരിയ, ഇതിലൊക്കെ എന്താണ് കുറച്ച് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വരുന്നുണ്ട് അല്ലേ? അപ്പം നിയോ ക്ലാസിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ എക്കണോമിസ്റ്റ് ആരൊക്കെയാണെന്നൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തതാണ് ഓസ്ട്രിയൻ സ്കൂള്. ഇതൊന്നും നമുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. മെയിനായിട്ട് സിലബസിൽ പറഞ്ഞ രീതിയിൽ ക്ലാസിക്കൽസും നിയോ ക്ലാസിക്കൽ ഒക്കെ നമുക്ക് നോക്കിയാൽ മതി. ഞാൻ ആ ഓർഡർ അങ്ങോട്ട് പോകുന്ന ഇതിൽ പറഞ്ഞതാണ് കേട്ടോ. ദ ഓസ്ട്രിയൻ സ്കൂൾ ഈസ് എൻ എക്കണോമിക് തോട്ട് ദാറ്റ് ആർ ഒറിജിനേറ്റഡ് ഇൻ വിയന്ന ഡ്യൂറിങ് ദ ലേറ്റ് 19th century വിത്ത് ദ വർക്ക് ഓഫ് കാൾമെങ്കർ. കാൾമെങ്കർ ആണ് ഓസ്ട്രിയൻ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 19th centuryയിൽ എമർജ് ചെയ്താണ്. എവിടെ? ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്ന അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഓസ്ട്രിയൻ സ്കൂൾ ഓഫ് എക്കണോമിക് തോട്ട് എന്താണ്? വിയന്ന സ്കൂൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. സൈക്കോളജിക്കൽ സ്കൂൾ ഓർ കാഷ്വൽ റിയലിസ്റ്റ് എക്കണോമിക്സ്. അപ്പോൾ സൈക്കോളജിക്കൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇവർ കുറച്ച് ബിഹേവിയറൽ എക്കണോമിക്സിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു വന്നതാണ് ആര്? ഓസ്ട്രിയൻ സ്കൂള്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞാൽ കാൾമെങ്കർ, വോൺ ബോം ബെറിക് ആൻഡ് വോൺ വൈസറൊക്കെയാണ് ഇത് ഓസ്ട്രിയൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ വരുന്നത്. ഇനി അടുത്തതാണ് കെയ്നീഷ്യൻ എക്കണോമിസ്റ്റ്. നമ്മൾ മെയിനായിട്ട് എക്കണോമിക്സ് പഠിക്കുമ്പോഴത്തെ ഡിബേറ്റ് അല്ലേ? ക്ലാസിക്കൽ വിസ് കെയ്നീഷ്യൻ, പിന്നെ അത് കഴിയുമ്പോൾ കെയ്നീഷ്യൻ വിസ് മോണിറ്ററിസം, അത് കഴിയുമ്പോൾ പിന്നെ കെയ്നീഷ്യൻ വിസ് ന്യൂ ക്ലാസിക്കൽ ആൻഡ് ന്യൂ കെയ്നീഷ്യൻ, അതാണ് പറയുക. അപ്പം നമുക്ക് മെയിനായിട്ട് സിലബസിൽ ക്ലാസിക്കൽസ് നോക്കണം, നിയോ ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ എക്കണോമിസ്റ്റ് അവരൊക്കെ പറ്റിയാണ് നോക്കേണ്ടത്. കെയ്നീഷ്യൻ എക്കണോമിക്സ് ഡോമിനേറ്റഡ് എക്കണോമിക് തിയറി ആൻഡ് പോളിസി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എമർജ് ചെയ്ത ഒരു എക്കണോമിക് തിയറിയാണ് എന്ത്? കെയ്നീഷ്യൻ എക്കണോമിക്സ്. ജോൺ മൈനാർഡ് കെയ്ൻസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ്. ആരാണ്? ജോൺ മൈനാർഡ് കെയ്ൻസ് ആണ് എന്ത്? ഫൗണ്ടർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സിന്റെ ഫൗണ്ടറായിട്ട് കണക്കാക്കുന്നത് ആരാണ്? ജെഎം കെയ്ൻസിനെയാണ്. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ടു സ്റ്റെബിലൈസ് ഇക്കോണമിയിലെ ക്ലാസിക്കലിനെ വെച്ച് കെയ്നീഷ്യനെ നോക്കുമ്പോൾ എന്താണ്? അവർ ഗവൺമെൻറ് ഇൻ്റർവെൻഷനെ അഡ്വക്കേറ്റ് ചെയ്തിരുന്നു. ഡിമാൻഡ് സൈഡ് എക്കണോമിക്സ് ആണ്, അതായത് ഡിമാൻഡ് ആണ് എന്ത് എക്കോണമിയിൽ എംപ്ലോയ്മെൻറ്റും ഔട്ട്പുട്ടും ക്രിയേറ്റ് ചെയ്യുള്ളൂ എന്ന് ബിലീവ് ചെയ്തിരുന്നവരാണ് ആര്? കെയ്നീഷ്യൻസ്. അതേപോലെ തന്നെ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ എ 2 sector economies ഡിറ്റർമൈൻഡ് ബൈ ദ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. 2 sector എക്കോണമിയിൽ ആരാണ്? ഹൗസ് ഹോൾഡും
ഫെയിമാണ് ഉണ്ടാവുക. അപ്പോൾ ആ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അവിടുത്തെ കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും ആണെന്നാണ് കെയ്നേഷ്യൻ എക്കണോമിസ്റ്റ് ബിലീവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. കെയ്ൻസിൻ്റെ അല്ലെങ്കിൽ കെയ്നേഷ്യൻ എക്കണോമിക്സിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക. മാർജിനൽ efficiency of capital in turns determined by the supply price of capital assets and prospective yield from the capital assets. Marginal efficiency of capital determine ചെയ്യുന്നത് എന്താണ്? സപ്ലൈ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്സും അതിൻ്റെ yield ഫ്രം ക്യാപിറ്റൽ അസറ്റ്സും ആണ് എന്ത്? മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ സപ്ലൈ ഓഫ് മണി ആൻഡ് ഡിമാൻഡ് ഫോർ മണി. അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏതാണ്? സപ്ലൈ ഓഫ് മണി, ഡിമാൻഡ് ഫോർ മണി. ഇനി ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എന്താണ്? ലിക്വിഡിറ്റി പ്രിഫറൻസ് അല്ലേ? നമ്മൾ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ഒക്കെ പഠിക്കാറുണ്ട്. ആരുടെ? കെയ്ൻസിൻ്റെ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി പഠിക്കുമ്പോൾ അതിൽ 3 മോട്ടീവ്സ് പറയാറുണ്ട് അല്ലേ? ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രീകോഷണറി മോട്ടീവ്, സ്പെക്യുലേറ്റീവ് മോട്ടീവ്. അപ്പോൾ ഇതൊക്കെ ഏതാണ്? കെയ്നേഷ്യൻ എക്കണോമിക്സിൽ വരുന്ന അല്ലെങ്കിൽ കെയ്നേഷ്യൻ എക്കണോമിക്സിൽ വരുന്ന മെയിൻ പോയിന്റുകൾ എന്തെല്ലാമാണെന്ന് ആലോചിക്കാം. മെയിനായിട്ട് അവർ ഗവൺമെൻറ് ഇൻ്റർവെൻഷനെ സപ്പോർട്ട് ചെയ്തു. ഡിമാൻഡ് സൈഡാണ്, ഡിമാൻഡാണ് എന്ത്? എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ടും ഡിറ്റർമിൻ ചെയ്യുക. അതേപോലെ തന്നെ കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും ആണ് ആഗ്രിഗേറ്റ് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലും ആണ്. ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? സപ്ലൈ ഓഫ് എന്താ പറയുക, സപ്ലൈ ഓഫ് മണിയും അതേപോലെ തന്നെ ഡിമാൻഡ് ഫോർ മണിയാണ്. ഡിമാൻഡ് ഫോർ മണിയിലാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് വരിക. ലിക്വിഡിറ്റി പ്രിഫറൻസിലാണ് എന്ത്? 3 മോട്ടീവ് ഉണ്ട്: ട്രാൻസാക്ഷൻ, പ്രീകോഷണറി ആൻഡ് സ്പെക്യുലേറ്റീവ് മോട്ടീവ്. ഈ പോയിന്റ് ഒക്കെ കാണുമ്പോൾ അപ്പോൾ ആലോചിക്കുക, ഇത് കെയ്നേഷ്യൻ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇൻട്രസ്റ്റ്, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, അതേപോലെ തന്നെ ലിക്വിഡിറ്റി പ്രിഫറൻസ്. ആ മോട്ടീവൊക്കെ കാണുമ്പോൾ തന്നെ ആലോചിക്കുക ഏതാണ്? കെയ്നേഷ്യൻ ഏരിയ എന്നാണ് വരുന്നത്. ആഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇഫക്റ്റീവ് ഡിമാൻഡ്, ഈ ടോപ്പിക്കുകളൊക്കെ കാണുമ്പോൾ ആലോചിക്കുക കെയ്നേഷ്യൻ എക്കണോമിക്സിൻ്റെ ഏരിയയിൽ നിന്നാണ് വരുന്നത്. ഇനി അടുത്ത സ്കൂൾ ഓഫ് എക്കണോമിക്സ് തൊട്ടാണ് വരുന്നത് എന്ത്? മോണിറ്ററിസം. മോണിറ്ററിസം വരുന്നത് എന്താ? ദ monetarist revolution refers to the economic and important contribution made to the monetary theory and policy by Professor Milton Friedman and his colleagues at the യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ. മോണിറ്ററിസത്തിൻ്റെ ഫാദറായിട്ട് അല്ലെങ്കിൽ മോണിറ്ററിസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നത് ആരാണ്? മിൽട്ടൺ ഫ്രീഡ്മാൻ. അതുകൊണ്ട് തന്നെ മോണിറ്ററിസ്റ്റ് സ്കൂൾ ഓഫ് ഇക്കണോമിക്സിന് എന്താണ്? ചിക്കാഗോ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നും അറിയപ്പെടും. അതായത് ചിക്കാഗോ സ്കൂൾ ഓഫ് എക്കണോമിക്സുകാരാണ് എന്ത്? മോണിറ്ററിസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊണ്ടുവന്നത്. ഏതാണ് മെയിനായിട്ടുള്ള ഹൈലൈറ്റ്? ഹി മെയ്ഡ് ദ റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. അതായത് ക്ലാസിക്കൽസിൻ്റെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി റീസ്റ്റേറ്റ് ചെയ്ത് വന്നത് ആരാണ്? മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ്. മോണിറ്ററിസ്റ്റ് ബിലീവ് ദാറ്റ് ദർ ഈസ് എ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ദാറ്റ് ഈസ് ലാർജ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. അതായത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്? ഇൻഫ്ലേഷനിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്നാണ് മോണിറ്ററിസ്റ്റ് ബിലീവ് ചെയ്തത്. അതുപോലെ തന്നെ മോണിറ്ററിസ്റ്റ് എന്താണ്? ലിമിറ്റഡ് റോൾ ഫോർ ഗവൺമെൻറ് ഈസ് ഗുഡ് എന്നാണ് ബിലീവ് ചെയ്തത്. ഗവൺമെൻറ് റോള് ചെറിയ രീതിയിൽ മതിയെന്ന് ഉള്ള തീരുമാനത്തിലുള്ളവരായിരുന്നു ആര്? മോണിറ്ററിസ്റ്റ്. അതുപോലെ തന്നെ മോണിറ്ററിസ്റ്റ് ബിലീവ് ദാറ്റ് മോണിറ്ററി പോളിസി ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ഫിസിക്കൽ പോളിസി ഫോർ സ്റ്റെബിലൈസിങ്. ആ പേരിൽ തന്നെ ആലോചിക്കുക, അവരെന്തായിരിക്കും? ഫിസിക്കൽ പോളിസിനേലും മോണിറ്ററി പോളിസിക്കായിരിക്കും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. മിൽട്ടൺ ഫ്രീഡ്മാന് മെയിനായിട്ട് ആലോചിക്കുക. ഇന്നാൾ നമ്മൾ മോക്ക് ടെസ്റ്റിൽ മോണിറ്ററിസ്റ്റ് സ്കൂളിൽ വരുന്ന ആൾക്കാരെ ഒക്കെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്ന സ്കോട്ട്, അതേപോലെ തന്നെ മിൽട്ടൺ ഫ്രീഡ്മാൻ, കുറച്ച് പേരെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ന്യൂ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്, മോണിറ്ററിസ്റ്റിന് ശേഷം വരുന്നതാണ് ഏത്? ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ്. ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സ് originated in the 1970s as the reaction to the dominance of the Keynesian economies. Keynesian എക്കണോമിക്സിൻ്റെ ഡോമിനേഷൻ ഒരു റിയാക്ഷനായിട്ട് എമർജ് ചെയ്തതാണ് എന്ത്? ന്യൂ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്. ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് എംഫസൈസ് റേഷണൽ എക്സ്പെക്റ്റേഷൻ സജസ്റ്റിംഗ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഫോർവേഡ് ലുക്കിംഗ്. അപ്പോൾ ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? റേഷണൽ എക്സ്പെക്റ്റേഷൻ, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിൻ്റെ ഫോർവേഡ് ലുക്കിംഗ്, ലിമിറ്റഡ് റോൾ ടു ഗവൺമെൻറ്, മാർക്കറ്റ് ഫ്രണ്ട്ലി അപ്രോച്ച് മുതലായവയാണ് എന്ത്? ന്യൂ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. റോബർട്ട് ലൂക്കാസിന് ഈ
ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻ തിയറി ബന്ധപ്പെട്ടിരിക്കുന്നത് മെയിനായിട്ട് റോബർട്ട് ലൂക്കാസ് ആയിട്ടാണ്. ആ തിയറിയുമായി ബന്ധപ്പെട്ട് 1995 നോബൽ പ്രൈസ് കിട്ടുകയുണ്ടായി. അതേപോലെ തന്നെ തോമസ് സാർജന്റ്, നെയിൽ വാലസ്, റോബർട്ട് ബാരോ ആർ നോട്ടബിൾ എക്കണോമിസ്റ്റ്. ഇവരൊക്കെയാണ് എന്ത് ന്യൂ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്. അപ്പോൾ ക്ലാസിക്കലിൻ്റെ തന്നെ നിയോ ക്ലാസിക്കലും കണ്ടു, ന്യൂ ക്ലാസിക്കലും. ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആട്ടോ. ന്യൂ ക്ലാസിക്കൽ ഈ റോബർട്ട് ലൂക്കാസിൻ്റെ പേരൊക്കെ ഓർത്തു വെച്ചോ റാഷണൽ എക്സ്പെക്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ട്. ഇനി അടുത്തതാണ് ന്യൂ കെയ്നീഷ്യൻ എക്കണോമിസ്റ്റ്. ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ് ബിക്കം ദ ഡോമിനൻറ്റ് ഫോഴ്സ് ഇൻ മാക്രോ എക്കണോമിക്സ് ഫ്രം ദ 1990s ത്രൂ ടു ദ ഫിനാൻഷ്യൽ ക്രൈസിസ് ഓഫ് 2008. അല്ലേ, രണ്ട് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് അല്ലേ മെയിനായിട്ട് പഠിക്കാനുള്ളത്. 1929 ഗ്രേറ്റ് ഡിപ്രഷനും പിന്നെ 2008 അല്ലേ. 1929 ഗ്രേറ്റ് ഡിപ്രഷന് ശേഷമാണ് എന്ത് കെയ്നീഷ്യൻ എക്കണോമിക്സ് എമർജ് ചെയ്തതും. ഇതെന്താണ് 1991 തുടങ്ങി 2008 പീരീഡ് വരെയാണ് എന്ത് ന്യൂ കെയ്നീഷ്യൻ എക്കണോമിസ്റ്റിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ദേ ഫോക്കസ് ഓൺ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി റാദർ ദാൻ ഫുൾ എംപ്ലോയ്മെൻറ്റ്. അവരെന്താണ് ഫോക്കസ് ചെയ്യുന്നത് എക്കണോമിക് ഗ്രോത്തും സ്റ്റെബിലിറ്റിയാണ് എന്ത് ഫുൾ എംപ്ലോയ്മെൻറ്റിനേക്കാൾ. അതുപോലെ തന്നെ അവരുടെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് സ്റ്റിക്കി വേജസ് ഡോണ്ട് അഡ്ജസ്റ്റ് ഇമിഡിയറ്റ്ലി ടു ദ ചേഞ്ച് ഇൻ ദ എക്കോണമി. സ്റ്റിക്കി വേജസിനാണ് ആര് ന്യൂ കെയ്നീഷ്യൻസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ആലോചിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ സ്കൂൾ ഓഫ് എക്കണോമിക് തോട്ടാണ് പറഞ്ഞത്. നമുക്ക് മെയിനായിട്ടും ക്ലാസിക്കൽസ്, കെയ്നീഷ്യൻസ്, മോണിറ്ററിസം, ന്യൂ ക്ലാസിക്കൽ, ന്യൂ കെയ്നീഷ്യനുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് നമുക്ക് മെയിനായിട്ട് നോക്കണ്ടേ. അപ്പോൾ ഈ പോയിന്റ്സൊക്കെ ഓർത്ത് വെക്കുക. അതുമായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് മാക്സിമം ബുക്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. അതായത് ഡിഗ്രിയിലെ ഒക്കെ 6th സെം 5th സെമ്മിലൊക്കെ അതുപോലെ തന്നെ മാക്രോ നോട്ട്സിലൊക്കെ എന്താ പറയുക ഉണ്ടായിരിക്കും. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ ടോപ്പിക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ നോട്ട്സൊക്കെ ഉണ്ടാക്കി എല്ലാവരും പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്